ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 4-5 പൈപ്പ് സെപ്റ്റി ടാങ്കിലേക്ക് ഇടുന്ന സമയത്തുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ 2-3 ഘട്ടങ്ങളായിട്ട് ചെയ്യും. ചിലവർ കരിങ്കല്ലുകൊണ്ട് പടുത്തിട്ട് ചെയ്യുന്ന സാധാ നോർമൽ കുഴി ഉണ്ടാവും. അത് ഒരുപാട് സ്ഥല സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നോർമലായിട്ട് വരുന്ന ഈ പറഞ്ഞ പോലെ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നതാണ് നമ്മളെ ഇപ്പോൾ എല്ലാ അടുപ്പിച്ച് വീടുകളായതുകൊണ്ട് നമുക്ക് എല്ലാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും പെർമിറ്റ് കിട്ടണമെങ്കിൽ സെപ്റ്റി ടാങ്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വീടിൻ്റെ പെർമിറ്റോ കാര്യങ്ങളോ നമുക്ക് ശരിയാക്കി തരില്ല. അപ്പോൾ കാരണം ഇതിൻ്റെ തൊട്ട ബാക്കിലായിരിക്കും ചിലപ്പോൾ കിണറുണ്ടാവുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ സൈഡിലായിരിക്കും വീട്, അടുത്ത വീടിൻ്റെ വള്ളത്തിൻ്റെ ഒക്കെ സൈഡിലായിരിക്കും. അങ്ങനെ അടുപ്പിച്ചായിരിക്കും വീടുകളൊക്കെ ചിലവുള്ളിടത്തൊക്കെ നമുക്ക് സെപ്റ്റി ടാങ്കാണ് വെക്കാൻ പറ്റുള്ളൂ. സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് 3 അറകളായിട്ടാണ് സെപ്റ്റി ടാങ്ക് വരിക. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് വേറെ കുഴി വരും. അതിലേക്ക് ഈ സംഭവം ഫിൽറ്റർ ചെയ്തിട്ട് വരുന്ന വെള്ളമാണ് ആ ഔട്ട്ലെറ്റ് ഡ്രെയിനേജ് കുഴിയിലേക്ക് പോകുക കേട്ടോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റേ യുണൈറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സെപ്റ്റി ടാങ്കാണ്. ഈ സെപ്റ്റി ടാങ്ക് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ബേസ്മെൻറ്റ് കറക്റ്റ് ആവണം. ബേസ്മെൻറ്റ് എന്തെങ്കിലും ഒരു ബലമില്ലാത്ത ഏരിയയിലാണെങ്കിൽ സെപ്റ്റി ടാങ്കിൻ്റെ ഈ യൂണിറ്റ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്ത് അടിഭാഗം നിറച്ച് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ബ്രിക്ക് വെച്ച് മണ്ണ് ഗ്യാപ്പ് കൂടി നല്ല രീതിയിൽ ഫില്ല് ചെയ്യണം. അത് നനച്ച് കുതിർത്തിയിട്ട് വേണം ഫില്ലിങ് ചെയ്യാൻ. അത് ഫില്ലിങ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് കൂടി മൊത്തം ഫുൾ ബാബി മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽ പോലത്തെ സംഭവങ്ങൾ നിറച്ച് കൊടുക്കണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിലേക്ക് ഫുള്ള് ലോഡ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മളിത് വെള്ളം നിറച്ച് ഫുള്ള് ലോഡ് ചെയ്യണം. കാരണം വെള്ളം നിറച്ചിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. കാരണം അതിൻ്റെ മുകളിൽ ഒരു എയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന 2 ഇഞ്ച് പൈപ്പ് കൂടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മൊത്തം 4 ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ 4 ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ലൈനാണും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ടാങ്ക് ലൈൻ അടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അടിച്ചിരിക്കുന്നത് നമ്മൾ കംപ്ലീറ്റും നമ്മൾ ബെൽഡ് ചെയ്തുണ്ടാക്കി വെച്ച ക്ലാമ്പ് വെച്ചിട്ടാണ്. ഈ ക്ലാമ്പ് ഞാൻ ഒരിക്കലും കഫോൾഡിങ് ഇല്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം ഇത് നമ്മൾ സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്നത് മൊത്തം 2.5 ഇഞ്ച് പൈപ്പും അതേപോലെ നമ്മൾ വേസ്റ്റ് വെള്ളത്തിനും 2.5 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ JCB വെച്ചിട്ടാണ് ഇത് മൊത്തം കീറിയിരിക്കുന്നത്. എന്താ വെച്ചാൽ നല്ല താഴ്ത്തിയിട്ടാണ് ഇത് ചെയ്തത്. കാരണം ഇതിൻ്റെ മേലെ കൂടി ഒരുപാട് ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ട്രക്കും വണ്ടികളൊക്കെ വലിയ ഇതൊക്കെ വരുന്ന സമയത്ത് പൈപ്പിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം താത്തിയിട്ടാണ് സെപ്റ്റി ടാങ്ക് വെച്ചിരിക്കുന്നത്. കാരണം രണ്ട് സൈഡാണ്. ഇപ്പോൾ മോൾ ഭാഗത്ത് നല്ല ഹൈറ്റും അതേപോലെ അവിടുന്ന് വരുന്നത് ഇതും ആയതുകൊണ്ടാണ് നല്ല താത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന അതിൻ്റെ ഔട്ട്ലെറ്റ് ബിറ്റാണ്. അത് 4ക്ക് 3 റിങ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് 4 അടി ഹൈറ്റ്, അടിക്കുള്ള 4 അടി, വീതി പറയുന്നത് 3 അടിയാണ് വരുന്നത്. അതിലേക്ക് നമ്മൾ ഔട്ട്ലെറ്റ് 4 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട്. മുകളിലേക്ക് ഒരു എയർ പൈപ്പ് പുറത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ സെപ്റ്റി ടാങ്കിലേക്ക് വരുന്ന ഒരു 2 ഇഞ്ച് പൈപ്പ് എയർ പൈപ്പ് നമ്മൾ മുകളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതേപോലത്തെ സെപ്റ്റി ടാങ്ക് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ മോൾ ഭാഗത്തൊരു വ്യൂ കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സെപ്റ്റി ടാങ്കും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തുള്ള കുഴി കാണുന്നത് നമുക്ക് ബാത്റൂമിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളത്തിൻ്റെ ഇതൊക്കെയാണ്. അത് ബാത്റൂമിൽ നിന്ന് അവിടെ ഇത് റിങ് ചെയ്യാണ്ട് അത് നമ്മൾ 2.5 ഇഞ്ച് പൈപ്പാണ് ആ സൈഡിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കൊടുക്കുമ്പോൾ ഒരുപാട് സ്ലോപ്പ് കൊടുക്കരുത്. ഒരു മീഡിയം ലെവലിൽ സ്ലോപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളം അല്ലെങ്കിൽ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളം പോയി കഴിഞ്ഞ ശേഷം വേസ്റ്റ് അവിടെ തങ്ങി നിൽക്കും. അപ്പോൾ നമ്മളൊരു മീഡിയം ലെവലിൽ എപ്പോഴും സ്ലോപ്പ് കൊടുക്കാറുണ്ട്. ആ സ്ലോപ്പ് എപ്പോഴും ഫ്രണ്ടിൽ കൊടുത്ത അതേ സ്ലോപ്പ് തന്നെ എൻഡ് വരെയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എൻഡിൽ കുറച്ച് കൂടുതലായി കൊടുത്താലും അല്ലെങ്കിൽ അപ്പോൾ എൻഡിൽ കുറച്ച് പൊക്കി കൊടുത്താലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആ സ്ലോപ്പ് എപ്പോഴും വാട്ടർ ലെവൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.